അസീസി മാസികയുടെ മുൻ ചീഫ് എഡിറ്ററും ജീവൻ ബുക്സ്, മീഡിയ ഹൗസ് എന്നിവയുടെ സ്ഥാപകനുമായ ഫാദർ സേവ്യർ വടക്കേക്കര കപ്പൂച്ചിൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. 1981, 1983 കാലഘട്ടത്തിൽ അസീസി മാസികയുടെ മാനേജിംഗ് എഡിറ്ററും 1984, 1986 വർഷങ്ങളിൽ ചീഫ് എഡിറ്ററുമായിരുന്നു. ഡൽഹിയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ഇന്ത്യൻ കറൻസ് ഏറ്റെടുത്ത് വിജയത്തിലെത്തിച്ചു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുകയാണ് അസീസി, ജീവൻ ബുക്സ് എന്നിവയുടെ മുൻ എഡിറ്ററും ഇപ്പോൾ അമേരിക്കയിൽ സേവനം ചെയ്യുകയും ചെയ്യുന്ന ഫാദർ ജോർജ് വലിയപാടത്ത് കപ്പൂച്ചിൻ. ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പ് അസീസിയിലെ വിശ ഫ്രാൻസിസ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സൃഷ്ടികീർത്തനം എന്ന പേരിലൊരു കാവ്യം രചിച്ച് പാട്ടുപാടിയിരുന്നു. മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹം അതിനകത്ത് ഇങ്ങനെ എഴുതി ചേർത്തു: ജീവനുള്ള യാതൊന്നിനും ഒഴിഞ്ഞു മാറാനാവാത്ത ശാരീരിക മരണം എന്ന ഞങ്ങളുടെ സോദരിയിലൂടെ നാഥ അങ്ങേക്ക് സ്തുതിയായിരിക്കട്ടെ. അത് പാടിയിട്ടാണ് അദ്ദേഹം യാത്രയാവുന്നത്. മരണത്തെ ഭയപ്പാടോടെ കാണാനല്ല, വേദനയോടെ പുൽകാനുമല്ല, ആനന്ദഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാനാണ് അദ്ദേഹം താല്പര്യപ്പെട്ടത്. എന്തെന്നാൽ അവൾ നമ്മുടെ പ്രിയ സഹോദരിയാണ്. മരണം അവളാണ് നമ്മുടെ ഭവനത്തിൻ്റെ വാതിൽ നമുക്കായിട്ട് തുറന്നു തരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നലെ വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ്റെ ഗൃഹപ്രവേശമായിരുന്നു. ഫാദർ സേവ്യർ വടക്കേക്കര എന്ന കപ്പൂച്ചിൻ സന്യാസിയുടെ. ഒരു കർമ്മയോഗിയായിരുന്നു അദ്ദേഹം. ഇന്ത്യയൊട്ടാകെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം. 2 തവണയായി വർഷങ്ങളോളം അദ്ദേഹം അസീസി മാസികയുടെ എഡിറ്ററായിരുന്നു. ഭരണങ്ങാനത്ത് ജീവൻ ബുക്സ് എന്ന പ്രസാധനശാലയും, ദില്ലിയിൽ മീഡിയ ഹൗസ് ദില്ലി എന്ന പ്രസാധനശാലയും, നോയിഡയിൽ ജ്യോതി പ്രിന്റേഴ്സ് എന്ന മുദ്രണ സംരംഭവും ആരംഭിച്ചത് അദ്ദേഹമാണ്. ദില്ലി മീഡിയ ഹൗസിൻ്റെ ഫ്രാഞ്ചൈസിയായിട്ട് കോഴിക്കോട് മീഡിയ ഹൗസ് ആരംഭിച്ചത് അദ്ദേഹമാണ്. പിന്നീട് ആ ഫ്രാഞ്ചൈസി അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് ആത്മ ബുക്സ് എന്ന പേരിലേക്ക് അത് പേര് മാറി. അക്കാലത്ത് തന്നെ ബാലസാഹിത്യത്തിനായിട്ട് നന്മ ബുക്സ് എന്ന ഒരു ഉപസ്ഥാപനവും അദ്ദേഹം കോഴിക്കോട് തുടക്കം കുറിച്ചു. ഇന്ത്യൻ കറൻസ് എന്ന പ്രസിദ്ധീകരണം CBCIയുടെ കീഴിൽ ഡൽഹിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു. ഏറെ കടബാധ്യതകളിലൂടെ കടന്നു പോവുകയായിരുന്നു. അത് നിർത്തിക്കളയുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ് അദ്ദേഹം അറിഞ്ഞത്. അത് കേട്ട് അദ്ദേഹം അതിൻ്റെ കടബാധ്യതകളോടെ അദ്ദേഹം അത് ഏറ്റെടുത്തു. ടാബ്ലോയിഡ് ഫോർമാറ്റിൽ ദ്വൈവാരിക ആയിരുന്ന അതിനെ അദ്ദേഹം മാഗസിൻ ഫോർമാറ്റിൽ ഇന്ത്യൻ കറൻസ് വാരിക ആക്കി മാറ്റി. ഇതിനിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റിന് കീഴിൽ 100ഓളം കമ്പ്യൂട്ടറുകളുടെ ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻറ്ററും അദ്ദേഹം ദില്ലിയിൽ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഈ പറയുന്നതൊക്കെ ചെയ്യുന്നത് അദ്ദേഹം തൻ്റെ കാഴ്ചശക്തി 70% നഷ്ടപ്പെട്ടതിന് ശേഷമായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ദ ഫിലിപ്പീൻസിലെ ജേർണലിസത്തിലെ ഉപരിപഠനത്തിനായിട്ട് പോയ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന അപൂർവ രോഗം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. അദ്ദേഹത്തിന് തന്നെ 2 വൈദിക സഹോദരന്മാർക്കും ഇതേ അപൂർവ രോഗമുണ്ടായിരുന്നു. കുറേ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു എന്നതല്ല അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവന എന്ന് പറയാവുന്നത്. അതിലൂടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണവും നൽകിയതും ഇപ്പോഴും നൽകി വരുന്നതുമായിട്ടുള്ള പത്രപ്രവർത്തന രംഗത്തെ, പ്രസാധന രംഗത്തെ ശുശ്രൂഷകൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റേത്. പോരാ, അദ്ദേഹം പ്രചോദനം നൽകി വളർത്തിയെടുത്ത പത്രപ്രവർത്തകർ ഒത്തിരിയുണ്ട്. എഴുത്തുകാർ കുറച്ചൊന്നുമല്ല, പലയിടങ്ങളിലായിട്ടുള്ളത്. ദൃശ്യമാധ്യമ രംഗത്തേക്ക് കടക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ അതൊരിക്കലും സാധിക്കാതെ പോയി. സഭയിലും സമൂഹത്തിലും നീതി നടപ്പാവുക അദ്ദേഹത്തിൻ്റെ മുൻഗണനയായിരുന്നു. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ അദ്ദേഹം എപ്പോഴും താല്പര്യപ്പെട്ട് ചെയ്തിരുന്നു. തനിക്ക് ഉപകാരം ചെയ്തിട്ടുള്ളവരെ അദ്ദേഹം ഒരിക്കലും മറന്നിരുന്നില്ല. 2 മാസം മുമ്പ് കേരളത്തിൽ നിന്ന് ദില്ലിക്ക് അവസാനമായിട്ട് തിരിച്ചു പോകും മുമ്പായിട്ട് തന്നോടൊപ്പം സ്കൂളിൽ പഠിച്ചവരെ, ഭരണങ്ങാനത്തെ സെറാഫിക്കേറ്റിൽ ഒരുമിച്ച് പഠിച്ചവരെ ഒക്കെ അദ്ദേഹം പോയി സന്ദർശിച്ചു. മലബാറിൽ പോകുമ്പോഴൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ കുര്യാക്കോസിനെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അക്കാലത്ത് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിനെ സഹായിച്ച ഒരു സിസ്റ്റർ മെർലി ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ സിസ്റ്ററിനെ കൂടി പോയി സന്ദർശിച്ചിട്ടാണ് അച്ഛൻ അവസാനമായിട്ട് തിരിച്ചു പോയത്. നേരിട്ട് സന്ദർശിക്കാൻ കഴിയാത്തവരെയൊക്കെ അദ്ദേഹം ഫോണിൽ വിളിച്ച് സംസാരിച്ചു. തൻ്റെ തീർത്ഥാടനം അവസാനിക്കാറായി എന്ന് അദ്ദേഹത്തിന് ഒരു വേള തോന്നിയിരുന്നോ അറിയില്ല. അദ്ദേഹം തൻ്റെ ഭൗതിക ശരീരം ദില്ലി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് വൈദ്യ വിദ്യാർത്ഥികൾക്ക് ഗവേഷണ പഠനത്തിനായിട്ട് എഴുതി കൊടുത്തിട്ടുള്ളതാണ്. മുഴുവൻ കൊടുത്തു തീർത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. എന്നും കൃതജ്ഞതാപൂർവ്വം ജീവിക്കുന്ന, മനുഷ്യബന്ധങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകുന്ന, കത്തോലിക്ക മാധ്യമ പ്രവർത്തന പ്രസാധന രംഗത്ത് ഒക്കെ ഇത്രയേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികൾ ഇന്ത്യയിൽ വേറെ അധികം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അച്ഛന് ഞങ്ങൾ പ്രണാമം അർപ്പിക്കുന്നു. അച്ഛനെ സന്തോഷത്തോടെയാണ് യാത്രയാക്കുന്നത്. കാരണം അച്ഛൻ പോകുന്നത് തൻ്റെ സ്വന്തം നാട്ടിലേക്കാണ്.
ഇന്ന് UP ദാസ്ന മസൂരിയിലെ ക്രിസ്തുരാജ ദേവാലയത്തിൽ നടത്തുന്ന മൃതസംസ്കാര ശുശ്രൂഷയുടെ പ്രാർത്ഥനകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ശരീരം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് കൈമാറും.